الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ നമ്മുടെ നാഥൻ നമ്മുടെ നന്മക്കായി നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിലുടനീളം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സമസ്ത മേഖലകളിൽ പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതികഠിനമായ ചൂടാണ് നമുക്കെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താങ്ങാനാവാത്ത വിധം എല്ലാവരും വളരെയധികം പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ഓരോ വർഷം കഴിയും തോറും ചൂടിൻ്റെ തോത് കൂടിക്കൂടി വരുന്നു. ഓരോ ദിവസവും കഴിയും തോറും ചൂടിൻ്റെ കാഠിന്യം കൂടി വരുന്നു. പകൽ സമയങ്ങളിൽ പുറം ജോലികൾ എടുക്കുവാൻ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്നു ആളുകൾ. 40 ഡിഗ്രിക്ക് മുകളിൽ പലയിടത്തും താപനില കാണപ്പെടുന്നു. ചൂടിൻ്റെ താപമേറ്റുകൊണ്ട് പല ആളുകളും പ്രയാസപ്പെട്ട് ശരീരത്തിൽ പല പ്രയാസങ്ങളും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളത്തിന് പോലും പലയിടങ്ങളിൽ ക്ഷാമം സംഭവിക്കുകയും കുടിക്കുവാൻ വെള്ളമില്ലാത്ത, ആവശ്യത്തിന് വെള്ളമില്ലാത്ത വിധം ഓരോ പ്രദേശങ്ങളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അനുഭവിക്കുന്ന ആധുനിക സൗകര്യങ്ങൾ, കാറ്റും AC-യുമൊക്കെ ഒരു നേരം ഒന്ന് നിശ്ചലമാകുമ്പോൾ വളരെയധികം പ്രയാസപ്പെടുന്നു നാം ഓരോരുത്തരും. വെള്ളത്തിൻ്റെ തോത് കുറയുന്ന കാരണത്താൽ ആവശ്യത്തിനുള്ള വൈദ്യുതി പോലും നാട്ടിൽ നഷ്ടപ്പെടുമെന്നുള്ള മുന്നറിയിപ്പുകൾ വരെ നമുക്കുണ്ടാകുന്നുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും അതികഠിനമായ ചൂടിൻ്റെ പ്രയാസത്തിൽ നമ്മൾ ആ പ്രയാസം അനുഭവിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ചൂടിനെക്കുറിച്ച് പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്നും ചിലപ്പോൾ വന്നു പോകും. നശിച്ച ചൂട്, താങ്ങുവാൻ പറ്റാത്ത ചൂട്, എന്തൊരു പ്രയാസമാണ് എന്ന തരത്തിൽ ചൂടിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അപ്രകാരം പറയരുത് എന്നുള്ളതാണ് നമ്മെ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുദ്സിയായ ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം: ഖാലല്ലാഹു യസബ്ബു ബനു ആദമ അദ്ദഹർ. ആദമിൻ്റെ പുത്രൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അഥവാ കാലത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വ അനദ്ദഹർ, തീർച്ചയായും ഞാനാകുന്നു കാലം. ബിയദിൽ ലൈലി വന്നഹാർ, ഓരോ രാത്രിയും പകലുകളും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, ഞാനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാലത്തെ കുറ്റം പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വലാ തസബ്ബുദ്ദഹർ, നിങ്ങൾ ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത്. ഇന്നനീ അനദ്ദഹർ, തീർച്ചയായും ഞാനാകുന്നു കാലമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങളാണ് ഓരോ കാലാവസ്ഥയും സംവിധാനങ്ങളും എല്ലാം. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക്, അതല്ലെങ്കിൽ മൊത്തം ജനങ്ങൾക്ക് പല വിധേനയും അതികഠിനമായ ചൂട് മൂലവും അതികഠിനമായി മഴ വർഷിപ്പിച്ചുകൊണ്ടും പല നിലക്കും പ്രകൃതിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കും എന്നുള്ളതാണ്. ശക്തമായ ചൂട് ലഭിക്കുമ്പോൾ അതിൽ നിന്നും ആശ്വാസം ലഭിക്കുവാൻ നമ്മൾ പല നിലക്കുമുള്ള സംവിധാനങ്ങൾ നാം ഓരോരുത്തരും ഉപയോഗിക്കാറുണ്ട്. മുഹദ്ദിസീങ്ങളായ മുഫസ്സിരീങ്ങളായ പൂർവികരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, അത്തരത്തിൽ അതികഠിനമായ ചൂടിനെ നമ്മൾ അനുഭവിക്കുന്ന നേരത്ത് നമ്മൾ ധാരാളമായി പരലോകത്തെക്കുറിച്ചും നരകാഗ്നിയെക്കുറിച്ചും ഖബറുകളെക്കുറിച്ചും നാം ഓർക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്നു ജറബുൽ ഹംബലി റഹ്മഹുള്ളയെ പോലെയുള്ള ആളുകൾ സൂര്യൻ്റെ ചൂടേൽക്കുന്നവർ നരകത്തിൻ്റെ ചൂടിനെ കുറിച്ച് കൂടുതൽ ഓർക്കുമെന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ നാം ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ചൂടനുഭവിക്കുന്ന സമയങ്ങളിൽ ആ പരലോകത്തിലെ നരകാഗ്നിയുടെ ചൂടിനെ കുറിച്ച് എത്ര കണ്ട് നമ്മൾ ഓർക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ട കാര്യമാകുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ചൂട് കാലങ്ങളിൽ അതല്ലെങ്കിൽ മഴ പോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിൽ വിശ്വാസികൾ ഇബാദത്തുകളിൽ മുഴുകേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സമയങ്ങളിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം: ഇദസ്തദ്ദൽ ഹർറു ഫഅബ്രിദൂ ബിസ്സലാത്ത്. നിങ്ങൾ ചൂട് ലഭിക്കുന്ന സമയങ്ങളിൽ അതല്ലെങ്കിൽ ചൂട് ഉണ്ടാകുന്ന സമയത്ത് നമസ്കാരത്തെ, ളുഹ്ർ നമസ്കാരത്തെ, അതിൻ്റെ സമയങ്ങളിൽ, ചൂടിൻ്റെ സമയങ്ങളിലുള്ള ളുഹ്ർ നമസ്കാരത്തെ പിന്തിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. ഇന്നിൻ്റെ കാലത്ത് വലിയ പ്രയാസങ്ങളില്ല. നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ AC-യുടെ ചുവട്ടിൽ നിന്നാണ് പലയിടങ്ങളിലും പല പള്ളികളിലും നമ്മൾ നമസ്കരിക്കുന്നതും നമസ്കാരം നിർവഹിക്കുന്നതും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ അത്രയും വലിയ മേൽക്കൂരകളില്ല. ഓലകൾ കൊണ്ട്, ഈത്തപ്പനയുടെ ഓലകൾ കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ അത്തരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്ന വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവർ 5 നേരത്തെ നമസ്കാരം നിർവഹിച്ചിരുന്നത്. ആ സമയങ്ങളിൽ ആ ചൂടിന് ആശ്വാസം വരുന്നത് വരെ, ആ ചൂടൊന്ന് ആറുന്നത് വരെ നമസ്കാരത്തെ പിന്തിപ്പിച്ച് നമസ്കരിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയതായി നമുക്ക് ഹദീസുകളിൽ നിന്നും വായിക്കാം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ കൂടെ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തി. ഫഇന്ന ശിദ്ദത്തുൽ ഹർരി മിൻ ഫീഹിൽ ജഹന്നം. തീർച്ചയായും അതികഠിനമായ ചൂട് എന്ന് പറയുന്നത്
അത് നരകത്തിന്റെ ജ്വാലയിൽപ്പെട്ട ഒരു ജ്വാലയാകുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ചൂടിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ ആലോചിക്കുകയും വിശ്വാസികൾ ഓർക്കുകയും ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുവാൻ വേണ്ടി നിൽക്കുന്ന അവസരത്തിൽ സ്വഹാബികളെല്ലാം തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് കപടവിശ്വാസികളായ ആളുകൾ സ്വഹാബികളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കഠിനമായ ചൂടാണ്, പ്രയാസമുണ്ടാകും, യുദ്ധത്തിൽ പരാജയം സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട, അതിൽ നിന്നും പിന്മാറി പോകുവാൻ വേണ്ടി കപടവിശ്വാസികൾ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ കപടവിശ്വാസികൾ അത്തരത്തിൽ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത് ഇതിനേക്കാളും ഭയാനകരമായ ഒരു ചൂടിനെ സംബന്ധിച്ചാണ്. അല്ലാഹു തആല അവരെ ഓർമ്മപ്പെടുത്തിയത്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, തീർച്ചയായും നരകാഗ്നി എന്ന് പറയുന്നത് ഇതിനേക്കാളും കഠിനമായ ചൂടാണ്, ആ നരകത്തിന്റെ ചൂട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ലൗ കാനു യഫ്ഖഹൂൻ, അവരിലധികം ആളുകളും ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നാം ആലോചിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഈ ചൂട് സമയങ്ങളിൽ പല നിലക്കും പലതും പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി പൊത്തിയൊക്കെ നടക്കുന്നതിന്റെ ആവശ്യം എന്താണ്? ചൂടാണ്, അതികഠിനമാണ്, അതുകൊണ്ട് ആശ്വാസമുള്ള തരത്തിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ, ആയാസമുള്ള തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ധരിച്ചുകൂടെ എന്നെല്ലാം പറഞ്ഞ് അത്തരത്തിൽ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം ആളുകളോട് വിശ്വാസികൾ പറയേണ്ട മറുപടി ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ വചനം പറഞ്ഞത്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഇതിനേക്കാളും അതിഭയാനകരമാണ് നരകാഗ്നിയുടെ ചൂട് എന്ന് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക അത്തരം ആളുകളോട് എന്നുള്ളതാണ്. പിന്തിരിപ്പിക്കാൻ വരുമ്പോ, ആരാധനകളിൽ നിന്നും മാറ്റി നിർത്താൻ വരുമ്പോ, ആ സമയങ്ങളിൽ വിശ്വാസികൾ ഉറക്കെ പറയേണ്ടത് ആ ഒരു ചൂടിനെ സംബന്ധിച്ചാണ്, നരകാഗ്നി എന്ന ചൂടിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഇപ്പോഴും ആലോചിക്കുന്നില്ല, നമ്മൾ ഈ സമയത്തും ആലോചിക്കുന്നില്ല. ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു പോയി, ഇനി എത്ര ജീവിതം നമ്മുടെ മുന്നിലുണ്ട് എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ. ഇത്രയും ആയുസ് നമ്മൾ ജീവിച്ചു, ഇനി ഇതിന്റെ പകുതി പോലും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ അതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മയോ അതിനെക്കുറിച്ചുള്ളൊരു ബോധമോ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നില്ല, നന്മയിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ സഹോദരങ്ങളായി ജീവിച്ചു പോന്ന ആളുകൾ, നമ്മുടെ സ്വന്തം ചോരയിൽപ്പെട്ട പല സഹോദരങ്ങളും, അതുപോലെ നമ്മുടെ സ്വന്തം ചോരയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ, നമ്മുടെ സഹോദരിമാർ, പല ആളുകളും നമ്മളോടൊപ്പം കളിച്ച് ഉല്ലസിച്ച് ചിരിച്ചു വന്ന പല ആളുകളും ഇന്ന് നമ്മോടൊപ്പമില്ല. അവരെ ഖബറിന്റെ ആഴിയിൽ, ഖബറുകളിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് ഒന്ന് ചൂടെടുക്കുമ്പോ തിരിഞ്ഞു കിടക്കുവാനുള്ള സൗകര്യമുണ്ട്, ഫാൻ ഇടാനുള്ള സൗകര്യമുണ്ട്, AC വെക്കാനുള്ള സൗകര്യമുണ്ട്. AC വാങ്ങുവാനിൽ സൗകര്യമില്ലാത്ത ആളുകൾക്ക് പോലും സാമ്പത്തികമായി ഇൻസ്റ്റാൾമെന്റിലൂടെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അതിനൊന്നും സൗകര്യമില്ലാത്തൊരു ലോകത്ത് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ഒരു നേരമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കുക. ആ മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടക്കുന്ന അവരെത്രമേൽ ചൂട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ഇന്നലെ മാധ്യമങ്ങളിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ പറയുന്നത് അവർക്ക് മത്സ്യങ്ങൾ ലഭിക്കുന്നില്ല, മീന് ലഭിക്കുന്നില്ല. കാരണം ചൂട് കാരണം സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ഇറങ്ങി തണുപ്പിന് വേണ്ടി മത്സ്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് മത്സ്യങ്ങളെ പിടിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് ആവലാതി പറയുന്നു. ഖബറിന്റെ അടിയിലെ ആഴങ്ങളിലേക്ക് ആ ചൂടെടുക്കുമ്പോൾ അതിൽ നിന്നും ഒന്നുകൂടെ ആഴിയിലേക്ക് പോകാമെന്ന് ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിലാണ് ഖബറിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഇരിക്കുന്നത്, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ ഇരിക്കുന്നത്. സഹോദരിമാരെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ,
സ്വന്തം ചോരയിൽ പിറന്നവരെ നഷ്ടപ്പെട്ട ആളുകൾ, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട ആളുകൾ, അതുപോലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ആളുകൾ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ അതികഠിനമായ ചൂട് നമ്മൾ അനുഭവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് ആശ്വസിക്കുവാൻ, തിരിഞ്ഞു കിടക്കുവാൻ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അവർക്കതിനുള്ള സൗകര്യങ്ങളില്ലാതെ അവർ 6 അടി മണ്ണിൽ ആ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ നാളെ ആ ചൂടനുഭവിക്കുവാൻ പോകേണ്ടവരാണ് എന്ന ചിന്ത നമ്മളിൽ എത്ര ആളുകൾക്കുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വരുന്ന ചൂടിന്റെ ഭയാനകതയെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. അതികഠിനമായി സൂര്യൻ ഒരു ചാണിനെന്നോ ഒരു മെയിലിനെന്നോ നിൽക്കും. മുട്ടോളമെന്നോ അരയോളമെന്നോ വേർപ്പിൽ ഇങ്ങനെ മനുഷ്യൻ വേർത്തൊലിച്ച് കുളിച്ച് നിൽക്കുന്ന അവസ്ഥ. 1 മണിക്കൂർ നേരം നിന്ന നിൽപ്പിന് പണിയെടുക്കുമ്പോൾ നമ്മുടെ ശരീരം പൊള്ളലേറ്റ് വേർപ്പേറ്റുകൊണ്ട് പ്രയാസപ്പെടുന്നു. നമ്മൾ ആ പ്രയാസത്തിൽ നിന്നും ഒരു തണലിലേക്ക് മാറി നിൽക്കുവാൻ നമുക്ക് തണലുണ്ട്. എന്നാൽ സൂര്യൻ താണ് വന്ന് അത്രയും നമ്മുടെ നേരെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഏത് തണലാണ് നമുക്ക് മാറി നിൽക്കുവാൻ അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും നടക്കുന്നതല്ല, ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഇങ്ങനെയൊക്കെ ജീവിച്ച് അവസാനം ഇങ്ങനെ മരിച്ചുപോയി കുറെ ആളുകൾ കുഴിച്ചിട്ട് അങ്ങനെ തീർന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആലോചിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ഈ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചെങ്കിലും ഒരു നേരം നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതികഠിനമായ ശിക്ഷകളെ സംബന്ധിച്ച്, നരകാഗ്നിയെ സംബന്ധിച്ച് ധാരാളമായി ഓർക്കുവാനും, ധാരാളം ഇബാദത്തുകൾ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് റബ്ബിങ്കലേക്ക് കൂടുതൽ അടുക്കുവാനുമാണ് നാം പരമാവധി പരിശ്രമിക്കേണ്ടത്. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഉസീക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. ഒരിക്കൽ ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ളയുടെ സമീപത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ തിരിച്ചു പോവുകയും നിങ്ങൾ പടച്ചറബിനോട് ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞയക്കുന്നു. മറ്റൊരാൾ വീണ്ടും വരുന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, കൃഷി നശിച്ചിരിക്കുന്നു, പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഇമാം അബൂ ഹനീഫ റഹ്മഹുള്ള അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങളും ഞാൻ പ്രാർത്ഥിക്കാം, തിരിച്ചുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനത്തിന് വേണ്ടി തേടണം. വീണ്ടും വേറെ ഒരാൾ കടന്നു വരുന്നു, ഞങ്ങൾക്ക് വെള്ളമില്ല, ജലമില്ല, ജലക്ഷാമമാണ്, മഴ ലഭിക്കുന്നില്ല, അങ്ങ് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെയും അതേപോലെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങി ഇസ്തിഗ്ഫാർ നടത്തി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഇത് കേട്ട് നിന്ന് ശിഷ്യഗണങ്ങൾ അബൂ ഹനീഫ റഹ്മഹുള്ളയോട് ചോദിക്കുന്നു,
മൂന്നാളുകൾ വന്നു, മൂന്നാവശ്യങ്ങൾ പറഞ്ഞു. മൂന്നാവശ്യങ്ങളും പറഞ്ഞപ്പോൾ അവരോടെല്ലാം അങ്ങ് പറഞ്ഞത് തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണം എന്നുള്ളതാണല്ലോ. എന്തേ എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ, അബൂ ഹനീഫ റഹ്മഹുല്ലാ അവിടുന്ന് ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുത്തത് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. ഫഖൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഖൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി തേടുക. ആ പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ തേടുമ്പോൾ നിങ്ങളുടെ റബ്ബ് അവനേറെ പൊറുക്കുന്നവനാകുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ നിങ്ങൾ പാപമോചനത്തിന് വേണ്ടി തേടിയാൽ യുർസിലുസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അങ്ങനെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനത്തിന് വേണ്ടി തേടുകയാണ് എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് മഴയെ വർഷിപ്പിച്ചു തരികയും നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അതേപോലെ അത്തരം കാര്യങ്ങളിൽ നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പിക്കുകയും നിങ്ങൾക്ക് അല്ലാഹു തആല തോട്ടങ്ങളും അരുവികളും അതുമൂലം അല്ലാഹു തആല ഉണ്ടാക്കി തരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിലെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ ശിഷ്യങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. പാപമോചനം ചെയ്യുന്നതിലൂടെ, പശ്ചാത്തപിക്കുന്നതിലൂടെയാണ് ചൂടിനാശ്വാസമായ മഴ ലഭിക്കുക. പാപമോചനം ചെയ്യുന്നതിലൂടെയാണ്, പശ്ചാത്തപിക്കുന്നതിലൂടെയാണ് സ്വത്തുക്കളിലും സന്താനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു പോഷിപ്പ് ഉണ്ടാക്കി തരിക. പശ്ചാത്തപിക്കുകയും പാപമോചനം നടത്തുകയും ചെയ്യുന്നതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കൃഷിയിൽ, നല്ല തോട്ടങ്ങളിൽ നല്ല നല്ല വിളവെടുപ്പും അതേപോലെ അരുവികളിലും കിണറുകളിലും തോടുകളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ വെള്ളം നിറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തരിക എന്ന് അല്ലാഹു തആല നമ്മളെ ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ നാം ആലോചിക്കുക, ഈ അതികഠിനമായ ചൂട് അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ റബ്ബിങ്കലേക്ക് പശ്ചാത്തപിച്ച് പാപമോചനം നടത്തി നമ്മൾ മടങ്ങിയിട്ടുണ്ടോ? പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് 1 മാസം തികയുന്നില്ല. നമ്മൾ ആലോചിക്കുക, റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തി റബ്ബിനോട് റബ്ബേ ചെയ്തു പോയി, പറ്റിപ്പോയി എന്ന് എത്ര കണ്ട് റബ്ബിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, അവരോടെല്ലാം റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തി പശ്ചാത്തപിക്കുവാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തി റബ്ബിനോട് പശ്ചാത്തപിച്ച് പാപമോചനത്തിന് വേണ്ടി നമ്മൾ തേടിയാൽ ചൂടിനാശ്വാസമായ മഴ നമുക്ക് ലഭിക്കും. വറ്റിയ കിണറുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം നിറക്കും. സമ്പത്തിലും സന്താനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പോഷിപ്പ് കൊണ്ടുവരും. അത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ റബ്ബിനോട് എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. നമ്മളിങ്ങനെ പരാതികൾ പറയും, നമ്മൾ പരിഭവങ്ങൾ പറയും. എന്നാൽ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി, റബ്ബ് നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മിമ്പറിൽ ഇങ്ങനെ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ, ഞങ്ങൾക്ക് മഴ ലഭിച്ചിട്ട് കാലങ്ങളായി, ഞങ്ങളുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചു, ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഒക്കെ വളരെ പ്രയാസത്തിലാണ്, വളരെയധികം ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് പ്രവാചകരെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അങ്ങനെ അയാളുടെ നാട്ടിലേക്ക് കടന്നു പോയപ്പോൾ ആ ജുമാ കഴിഞ്ഞത് മുതൽ വളരെ വലിയ ശക്തമായ മഴ അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു.
അടുത്ത ജുമാ ദിവസം അദ്ദേഹം കടന്നു വരുന്നു, പ്രവാചകരെ മതി മതി, മഴ പെയ്ത് വെള്ളമൊക്കെ ലഭിച്ചു, എല്ലാം ലഭിച്ചു, എന്നാൽ ഇപ്പോൾ മഴ കൂടി വരുന്നു, അത് ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹവ അലൈന വല അലൈന, അവർക്ക് മാത്രമല്ല അവരുടെ ചുറ്റുഭാഗത്തേക്കും അല്ലാഹുവേ മഴയെ നീ വർഷിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ആ നേരത്ത് ആ മദീനത്തെ പള്ളിയിൽ ജുമാ ഖുത്ബ അവസാനിക്കുന്നതിന് മുമ്പേ, ജുമാ നമസ്കാരം അവസാനിക്കുന്നതിന് മുമ്പേ നല്ല കോരിച്ചൊരിയുന്ന മഴ ലഭിച്ചു എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സ്വഹാബികൾ നമ്മോട് പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിക്കുക, മഴയ്ക്ക് വേണ്ടി പല പ്രദേശങ്ങളിലും നമസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ദീർഘമായി നമസ്കരിച്ച് ഖുത്ബയിലൂടെ ചൂടിന്റെ കാഠിന്യവും മഴയുടെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഉത്ബോധിപ്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുള്ള നമസ്കാരം, അത് ഓരോ പ്രദേശത്തിന്റെ വരൾച്ചയ്ക്കനുസരിച്ച് പ്രദേശങ്ങൾക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇടങ്ങളിലേക്ക് നമസ്കരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ എത്ര ആളുകൾ പ്രതീക്ഷയോടുകൂടി പോകുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. ഒരു വരൾച്ച സംഭവിച്ച ഒരു നാട്ടിൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഒത്തുകൂടിയ സമയത്ത് എല്ലാ ആളുകളും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മൈതാനത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നു. ആ സമയത്ത് ഒരു ചെറിയ കുട്ടി കയ്യിൽ അവൻ്റെ ചെറിയ കുടയും കരുതിക്കൊണ്ടാണ് പോകുന്നത്. ആ സമയത്ത് ഉണ്ടായ ആളുകളൊക്കെ പരിഹസിക്കുന്നു ആ കുട്ടിയെ. എന്താണ്, നമുക്ക് വരൾച്ചയാണ്, വലിയ വെയിലാണ്, പിന്നെ എന്തിനാണ് കുടയെടുത്തത്? ആ കുട്ടിയുടെ സുന്ദരമായ മറുപടി, നമ്മൾ നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുവാനാണ് പോകുന്നത്. തീർച്ചയായും ആ റബ്ബ് നമുക്ക് മഴ നൽകും. നമ്മൾ ഈ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോൾ മഴയുണ്ടാകും. അപ്പോൾ ചൂടി വരാനാണ്, അപ്പോൾ മഴയിൽ നിന്നും രക്ഷ നേടാനാണ് ഞാൻ ഈ കുട കയ്യിൽ കരുതുന്നതെന്ന് സുന്ദരമായ ആ കുട്ടി മറുപടി നൽകുന്നു. ആ കുട്ടിക്കുള്ള ഈമാൻ പോലും അവിടെ കൂടിയ മറ്റാളുകൾക്കുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ആ പ്രതീക്ഷാ നിർഭരമായ പ്രാർത്ഥനയാണ്. റബ്ബിനോട് പ്രതീക്ഷയോടുകൂടി, ഖൗഫം വതമഅ, ഭയഭക്തിയോടും പ്രതീക്ഷയോടുമായിരുന്നു പൂർവീകരായ പ്രവാചകന്മാർ അഖിലവും പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രതീക്ഷയിൽ റബ്ബിനോട് അല്ലാഹുമ്മ വസിൽന എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ, റബ്ബേ നിന്റെ കാരുണ്യത്തിന്റെ മഴയെ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും നമുക്ക് ആശങ്കകളാണ് എപ്പോഴും, ഏത് സമയത്തും. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പറഞ്ഞത് കാർമേഘമൊക്കെ ഉണ്ട്, പക്ഷേ അതും വലിയ പെയ്യലൊന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ലഭിക്കുള്ളൂ എന്നായിരിക്കും നമ്മൾ ആകാശത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവുക. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നമ്മൾ പറയുന്നത് അപ്രകാരമാണ്, ചൂടാണ്, നാളെ ഇതിനേക്കാളും വലിയ ചൂടായിരിക്കും, പ്രത്യേകിച്ചൊന്നും മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന ഒരു നിരാശയോടുകൂടിയുള്ള സംസാരമാണ്. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ, അതല്ലെങ്കിൽ ആ സമയങ്ങളിലും നമ്മൾ പറയുന്നത് ഇതേ വർത്തമാനമാണ്. ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാവുകയില്ല, ഒരു ഭരണമാറ്റവും ഉണ്ടാവുകയില്ല, ഇതിനേക്കാളും വലിയ പ്രയാസത്തിലേക്കായിരിക്കും വിശ്വാസികൾ പോവുക എന്ന നിരാശയോടുകൂടിയുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ എത്ര മാറ്റമുണ്ടായാലും EVM-ൽ കൈകടത്തും, അതല്ലെങ്കിൽ മറ്റു രൂപത്തിൽ കൈകടത്തും എന്നൊക്കെ നമ്മളിങ്ങനെ നിരാശയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏത് കൈകടത്തലുകൾക്കും അപ്പുറം റബ്ബിന്റെ കരങ്ങളുണ്ട് എന്ന പ്രതീക്ഷ നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ആത്മാർത്ഥമായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഏത് വിഷയത്തിലും റബ്ബേ കഠിനമായ ചൂടാണ്, നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം റബ്ബേ നാടിന് മഴ നൽകണേ എന്ന് റബ്ബ് നൽകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? റബ്ബേ പ്രയാസത്തിലാണ്, ഇതിനൊരു മാറ്റമുണ്ടാകണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുക. ചുക്കിച്ചുളിഞ്ഞ ശരീരം, തലമുടികൾ നരച്ച സമയത്താണ്
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് കുഞ്ഞിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ സമയത്ത് പോലും പ്രതീക്ഷ കൈവിടാതെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കും, 2 ദിവസം പ്രാർത്ഥിക്കും, 3 ദിവസം ചിലപ്പോൾ പ്രാർത്ഥിക്കും. അതിനപ്പുറം നമ്മൾ ഒരു കാര്യം റബ്ബിനോട് ആവർത്തിച്ച് എന്ത് കാര്യമാണ് നമ്മൾ റബ്ബിനോട് ചോദിച്ചത് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. പ്രയാസം നിറഞ്ഞ ഈ ഒരു ചൂടിന്റെ ഈ കാഠിന്യത്തിൽ നിന്നും രക്ഷ നൽകാൻ റബ്ബല്ലാതെ മറ്റൊരു ശക്തിക്കുമാവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് റബ്ബിങ്കലേക്ക് കൈകൾ ഉയർത്തി, റബ്ബേ നിന്റെ കാരുണ്യത്തിന്റെ മഴയെ ഞങ്ങൾക്ക് വർഷിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പൊറുക്കുന്ന എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖലകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയവരാണ് റബ്ബേ ഞങ്ങൾ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, ഏത് നേരത്തും ഞങ്ങളെ നിരീക്ഷിക്കുന്നവനാണ് റബ്ബേ. നീ ഞങ്ങളുടെ എല്ലാം അറിയുന്നു, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ കാണുന്നുണ്ട് റബ്ബേ. അതികഠിനമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല പ്രദേശങ്ങളും വരൾച്ചയുടെ പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും രക്ഷ നൽകുവാൻ നീയല്ലാതെ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഇല്ല റബ്ബേ. നീയില്ലാതെ ഒരു ശക്തിയോ ഒരു വ്യക്തിയോ ഇല്ല റബ്ബേ. നീയാണ് മഴയെ വർഷിപ്പിക്കുന്നവൻ, നീയാണ് ആശ്വാസത്തിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ മഴയെ വർഷിപ്പിക്കുന്നവൻ. ഈ ചൂടിനെ നിയന്ത്രിക്കുന്നവൻ നീയാണ് റബ്ബേ. റബ്ബേ, ഈ ചൂടിന് ആശ്വാസമായി നിന്റെ കാരുണ്യത്തിന്റെ മഴയെ ഞങ്ങളിൽ വർഷിപ്പിക്കണേ നാഥാ, ഞങ്ങളിൽ വർഷിപ്പിക്കണേ നാഥാ, ഞങ്ങളിൽ വർഷിപ്പിക്കണേ നാഥാ. അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ അഗ്സിനാ, അല്ലാഹുമ്മ ഇസ്ഖിനാ, اللهم اسقنا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا مريعا، اللهم اسقنا، اللهم اسقنا غيثنا، اللهم اغسلنا، اللهم اغسلنا، اللهم اغسلنا، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين. وسلام على المرسلين.